വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചതിന് 300 മീറ്റർ അകലെ വരെ കടുവ എത്തി. ഇതുകൂടാതെ വണ്ടിപ്പെരിയാർ 63 മൈൽ തുണ്ടിയാർ എസ്റ്റേറ്റിൽ മ്ലാവിനെ കൊന്നുതിന്ന കടുവ സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ച് വനം വകുപ്പ്. ഇതോടൊപ്പം പീരിമേട് തെപ്പക്കുളത്ത് പുള്ളിപ്പുലിയെ കണ്ട നാട്ടുകാർ. പുലിയും കടുവയും നാട്ടിലിറങ്ങി ജനങ്ങളെ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ കഴിഞ്ഞ 4 ദിവസമായി ജനങ്ങളെ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ് കടുവ. പ്രദേശവാസികളും തൊഴിലാളികളും കടുവയെ നേരിട്ട് കാണുകയും വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ച 4 ദിവസം കഴിഞ്ഞിട്ടും കടുവ കൂട്ടിൽ വീണതുമില്ല. എന്നാൽ വനംവകുപ്പിന്റെ 15ഓളം ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത ഡ്രോൺ ഉപയോഗിച്ച് കടുവയെ 24 മണിക്കൂറും നിരീക്ഷിച്ചു വരികയുമാണ്. വെള്ളിയാഴ്ച രാവിലെ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചതിൽ നിന്നും 300 മീറ്റർ അകലെ അടുത്ത മലയിടുക്കിലെ ചതുപ്പിലേക്ക് നടന്നു നീങ്ങിയ കാൽപ്പാടുകൾ ഉൾപ്പെടെ വനംവകുപ്പ് കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതനുസരിച്ച് ഗ്രാമ്പി 9 മുറി ഭാഗത്താണ് ഇപ്പോൾ വനംവകുപ്പിന്റെ നിരീക്ഷണം നടക്കുന്നത്. കടുവയുടെ കാലിനേറ്റ മുറിവ് വേട്ടയാടി ഭക്ഷണം കണ്ടെത്തുവാനുള്ള ആരോഗ്യനില ഇല്ലാതാക്കിയതിനാൽ അവശനിലയിലാണ് കടുവ. അതുകൊണ്ട് തന്നെ മയക്കുപിടി വെച്ച് കടുവയെ പിടികൂടാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്നും വനംവകുപ്പ് കോട്ടയം DFO അറിയിച്ചു. കോട്ടയം ഡിവിഷന്റെ പരിധിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന പരുന്തുംപാറ പ്രദേശത്ത് നമ്മുടെ ജീവനക്കാർ പൂർണ്ണ രീതിയിൽ 24 മണിക്കൂറും ആ കടുവയെ സർവൈലൻസിലുണ്ടായിരുന്നു. ഗ്രാമ്പ്യ ഭാഗത്താണ് ഈ കടുവയെ ആദ്യം നമ്മൾ കണ്ടത് 3-ാം തീയതി, മാർച്ച് മാസം 3-ാം തീയതിയാണ് കണ്ടത്. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ അർണാക്കല്ല്, ഹില്ലാഷ് തുടങ്ങിയ പ്രദേശങ്ങളിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ 4-ാം തീയതി 7-ാം തീയതി തുടങ്ങിയ ദിവസങ്ങളിൽ നമ്മൾ ആ കടുവയെ സൈറ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് നമ്മൾ ഈ കടുവയുടെ കാലിന് ചെറിയൊരു തകരാറുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇതിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 11-ാം തീയതി ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട് നമ്മൾ 11-ാം തീയതി രാത്രി സ്ഥാപിച്ചിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ അനുമതിയോടെയാണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. കൂട് സ്ഥാപിച്ചതിന് ശേഷം 2 ദിവസമായിട്ട് കടുവ ആ പ്രദേശത്ത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അതിന് 24 മണിക്കൂർ നമ്മളവിടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇന്ന് 14-ാം തീയതി വൈകിട്ട് 4 മണിയോടുകൂടി വീണ്ടും ഈ കടുവയെ നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമായ അവസ്ഥയിലാണ്. അതിൻ്റെ കാലിൻ്റെ ഒരു മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് കുറച്ച് രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളതിനെ കണ്ടുവരുന്നത്. പക്ഷേ മൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് ജനങ്ങൾ ആ ഭാഗത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്തത്. കാരണം നമ്മൾ കൂട് വച്ചിരിക്കുന്നതിൻ്റെ ഒരു 300 മീറ്റർ അടുത്താണ് ഇതിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് കൂട്ടിലേക്ക് വരാനുള്ള ചാൻസ് ഇനിയും നമുക്ക് തള്ളിക്കളയാനാവില്ല. പക്ഷേ ഇതിന് മയക്കുപിടി വെച്ച് പിടിക്കുന്നതിനെ പറ്റി നമ്മൾ വെറ്റിനറി ഡോക്ടറുമായിട്ട് സംസാരിച്ച് വെറ്റിനറി ഡോക്ടറെ അതിൻ്റെ അവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് ട്രാങ്കുലൈസർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജീവന് അപകടമുണ്ടായേക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ട്രാങ്കുലൈസ് ചെയ്യാനായിട്ട് തൽക്കാലം നമ്മൾ നോക്കുന്നില്ല. അല്ലാതെ തന്നെ അവശനിലയിലായതുകൊണ്ട് അതിന് നമ്മളിപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഫുൾ ടൈം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കടുവയെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി തന്നെ RRT ഉൾപ്പെടെയുള്ളൊരു 15 അംഗ വനപാലക സംഘം അവിടെ ഇതിനോട് ചേർന്നിട്ടുള്ള ഈ ഗ്രാമ്പി LP സ്കൂളിൽ ക്യാമ്പ് ചെയ്തിട്ടാണ് അതിന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ പരിഭ്രാന്തിക്കും ഇവിടെ അടിസ്ഥാനമില്ല. വനംവകുപ്പ് ഇക്കാര്യത്തിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ജനങ്ങൾ ഒരു കാരണവശാലും ആ പ്രദേശത്തേക്ക് വരികയോ അല്ലെങ്കിൽ കന്നുകാലികളെ അഴിച്ചുവിടുകയോ ചെയ്യാതിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉചിതം. കാരണം ഈ നമുക്ക് രാത്രി ആയി കഴിഞ്ഞാൽ കടുവ മൂവ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണം. വനംവകുപ്പ് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും എല്ലാ സംരക്ഷണവും ഒരുക്കി വരികയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്രാമ്പി സ്കൂളിൽ 24 മണിക്കൂറും താമസിച്ചാണ് കടുവയെ നിരീക്ഷിച്ചു വരുന്നത്. ഇതേസമയം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയുടെ അടുത്ത് തന്നെ കടുവ എത്തിയത് ഏറെ ഭീതി പടർത്തിയിരിക്കുകയുമാണ്. ഇതോടൊപ്പമാണ് വണ്ടിപ്പെരിയാർ തുണ്ടിയാർ എസ്റ്റേറ്റിലും ലയത്തിനോട് ചേർന്നുള്ള പ്രദേശത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടി മ്ലാവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കടുവയുടെ ആക്രമണത്തിൽ മ്ലാവ് ചത്തതാണ് എന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുകയുമാണ്. ഈ പ്രദേശം എല്ലാം പെരിയാർ കടുവാ സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ കൂടുതൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് പതിവായി നടക്കുകയുമാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.